വൈകുന്നേരമായപ്പോൾ ചായയും കുടിച്ച് മഴയും കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ. രാവിലെ മുതൽ ഇവിടെ കറണ്ട് ഉണ്ടായിരുന്നില്ല. നമ്മുടെ ശ്രീകുട്ടനാണെങ്കിലോ കറണ്ട് ഇല്ലാത്തതുകൊണ്ട് ഉറക്കം ശരിയായില്ല. അതുകൊണ്ട് ചിരിയും കരച്ചിലൊക്കെ ഒരുമിച്ചാണ് വരുന്നത്. അവസാനം കറണ്ട് വരുന്നില്ല എന്ന് കണ്ടപ്പോൾ കണ്ണാട്ടൻ പറഞ്ഞു നമുക്കൊന്ന് വെറുതെ പുറത്തിറങ്ങിയിട്ട് വരാം, കാരണം മഴയാണല്ലോ. അതങ്ങോട്ട് കേട്ടതോ എല്ലാവരും ഉഷാറായി കേട്ടോ. എല്ലാവർക്കും പുറത്ത് പോകാൻ ഇഷ്ടമാണേ. അപ്പോൾ ഒച്ചയുടെ പടിയുന്നു എല്ലാവരും റെഡിയായി. ഞാൻ വിചാരിച്ചത് ചായ കുടിക്കാനായിരിക്കും കേട്ടോ, കാരണം പ്രസവിച്ച് കിടന്ന എന്നെ വരെ ചായ കുടിക്കാൻ കൂട്ടിക്കൊണ്ടുപോയ ആളാണേ. അപ്പോൾ ഞാൻ ചായയാണ് പ്രതീക്ഷിച്ചത്. അങ്ങനെ വീടൊക്കെ പൂട്ടി ഇറങ്ങിയപ്പോൾ ആൾ പറയുവാണേ ഇന്ന് നമുക്കൊരു ഷവർമ്മ കഴിക്കാമെന്ന്. ആഹാ, എൻ്റെ മനസ്സിൽ ലഡുവൊക്കെ പൊട്ടിയിട്ടോ. പിന്നീട് ആൾ പറയുവാണേ അത് നിൻ്റെ ചിലവിൽ നിന്ന്. ആ പൊട്ടിയിലിട്ട് വീണ്ടും ഒന്നായി. ഒന്നും പറയണ്ട. പിന്നെ ഞാൻ വെച്ച് കാലം പിന്നോട്ട് വെച്ചില്ല. ഷവർമ്മയെങ്കിൽ ഷവർമ്മ. അങ്ങനെ നേരെ വിട്ടു പത്തിരിപ്പാലയിലിട്ട്. ഞങ്ങൾ മിക്കവാറും രാത്രി ആയിരിക്കും കേട്ടോ ഫുഡ് കഴിക്കാനൊക്കെ കുറച്ച് നന്നായിട്ട് നോക്കുക, കാരണം പകൽ ഫുള്ള് ഞാൻ ഡയറ്റായിരിക്കും. ഞാൻ ഇന്നലെ ഡയറ്റ് ചെയ്യണം വിചാരിച്ച് പകൽ ഫുള്ളായിട്ട് ഫുഡൊക്കെ കൺട്രോൾ ചെയ്തിരുന്നപ്പോണ്ടേ വൈകുന്നേരം ആൾ പാലട പായസം കൊണ്ടുവന്നു. അതേപോലെ തന്നെ ആയിരുന്നു മിനിഞ്ഞാന്ന് എന്തായിരുന്നു കൊടുന്നത്? എന്തോ ഒന്ന്. അതെന്തായാലും വയറ് നിറയെ അത് കഴിക്കാൻ പറ്റും. എൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ള കാര്യങ്ങളായിരിക്കും കേട്ടോ. അപ്പം ഞാൻ വണ്ണം കൂടുന്നതിൻ്റെ കാരണം ആൾ തന്നെയല്ലേ. പക്ഷേ അതോർത്ത് എനിക്ക് സങ്കടമൊന്നുമില്ല കേട്ടോ, കാരണം ഞാൻ വിചാരിച്ച കുറയ്ക്കാൻ പറ്റുമെന്ന് എനിക്കറിയാം. അങ്ങനെ നമ്മുടെ ഷവർമ്മ എത്തി. ഇതെന്തോ സ്പെഷ്യലായിട്ടുള്ള സ്പൈസി ഷവർമ്മ അങ്ങനെ എന്തോ ആയിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നു. സാധനം കയ്യിൽ കിട്ടി. അങ്ങനെ നമ്മുടെ ബെൻസും പറപ്പിച്ച് നേരെ വീട്ടിലോട്ട്. വഴിയിൽ വെച്ച് കഴിക്കാമായിരുന്നു, പക്ഷേ നല്ല മഴയായിരുന്നതുകൊണ്ട് പിന്നെ എൻ്റെ മടിയിലുള്ള ആൾ എൻ്റെ വായിലോട്ട് എന്താ പോകുന്നതെന്ന് നോക്കിയിരിക്കുക. അവനെ കൊണ്ട് വണ്ടിയിൽ വെച്ച് കഴിക്കൽ നടക്കില്ല. അങ്ങനെ നേരെ വീട്ടിലെത്തി ശ്രീക്കുട്ടനെ വേഗം ഉറക്കിയിട്ട് വേണം കഴിക്കാമെന്ന് വിചാരിച്ചിരിക്കുമ്പോഴും കറണ്ട് വന്നിട്ടില്ല. അതുകൊണ്ട് പ്ലാൻ നന്നായിട്ടൊന്ന് പാളി. കേബേജ് കുറച്ച് അധികം ആയിരുന്നെങ്കിലും എരിവിനൊട്ടും കുറവില്ല. നല്ലൊരു ഷവർമ്മ തന്നെയായിരുന്നു കേട്ടോ. കഴിച്ചിട്ട് മടുപ്പൊന്നും തോന്നിയില്ല. ഞങ്ങൾ എല്ലാവരും കൂടി ഇന്ന് അതങ്ങോട്ട് കഴിച്ചു കഴിഞ്ഞു. കറണ്ട് ഇല്ലാത്തതുകൊണ്ട് റൂമിൽ വെച്ചിട്ടാട്ടോ കഴിച്ചത്. ഇന്ന് ഇത്രയൊക്കെ ഉള്ളൂ കേട്ടോ. അപ്പോൾ നാളെ കാണാം. ടാറ്റാ ബൈ, സീ യു.